വെൽക്കം ടു അർസീസ് വേൾഡ്. സാധാരണ എണീക്കുന്നതിലും കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ എണീറ്റത്. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ നാളെ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ കിടന്നെ. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. രാവിലത്തെ മദ്രസയിൽ പോകുന്ന തിരക്കോ ബഹളോ ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ച് കിടക്കാം കേട്ടോ ഞാൻ. ഇറച്ചിച്ചോറ് കഴിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ പിന്നെ ഇന്നത്തെ ഡിഷ് അതൊന്നും ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഇറച്ചിച്ചോറ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇറച്ചിച്ചോറിൻ്റെ ഫേവറേറ്റ് ഡിഷാണ്. അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുമ്പോഴാണ് കേട്ടോ. അന്ന് തൊട്ട് അതിൻ്റെ ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ. അതെപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ സാധാരണ കഴിക്കുന്നതിന് കുറച്ചധികം ഫുഡ് കഴിക്കും കേട്ടോ. പക്ഷെ എത്ര ഉണ്ടാക്കിയാലും ഉമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ അത് ഉണ്ടാക്കി തരാം അമ്മ ഞങ്ങളെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഉമ്മനെ ഓർക്കലും ഉമ്മൻ്റെ ആ ടേസ്റ്റൊക്കെ ഇങ്ങനെ പറയലൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇന്നത്തെ ഡിഷ് അതന്നെ ആയിക്കോട്ടെ അല്ലേ. ഉമ്മ ഉണ്ടാക്കുന്ന പോലെ ആയില്ലെങ്കിലും എൻ്റെതായ രീതിയിൽ അതൊന്ന് തട്ടിക്കൂട്ടി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാമല്ലോ. ഒരു ഹാഫ് ഡേ റൊട്ടീനാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അതിൻ്റെ കൂടെ എൻ്റെതായ രീതിയിലുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിനി എണീറ്റ് കിച്ചണിലേക്ക് പോയി നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ മനു പറയാം കേട്ടോ കോഴിക്കട്ട മതിയെന്ന്. കോഴിക്കട്ട മനുവിൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ. മനുവിൻ്റെ മാത്രമല്ല ഞങ്ങളെല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും സ്വീറ്റ്സിനോടാണ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളത്. ഈ കോഴിക്കട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് കൊടുത്ത പോലെ വയറ് നിറയുമെന്ന് വെച്ചാൽ ഓല വയറ് നിറയും, നമ്മളെ മനസ്സ് നിറയും. അതെന്താണെന്നറിയും, ഓൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതെന്തായാലും ഹാപ്പി ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കും. അത് കാണുമ്പോൾ നമ്മളെ മനസ്സ് എന്തായാലും നിറയും. കല്യാണത്തിന് ശേഷം എനിക്ക് വന്ന മാറ്റത്തിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് കേട്ടോ ഈ ഫുഡിൻ്റെ ഇഷ്ടത്തിൽ ബാക്കിയുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയാലോ. ഇവിടെ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ പൊടി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചായക്ക് വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പാത്രമായതുകൊണ്ട് അതിലേക്ക് ഒരു എത്ര പഞ്ചസാര വേണമെന്നുള്ള കറക്റ്റ് അളവ് എനിക്കറിയാം കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് മെഷർ ചെയ്തൊന്നും പറയുന്നില്ല കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പഞ്ചസാര ഇട്ടിട്ട് എന്താ ചായപ്പൊടി ഇടുന്നതെന്നല്ലേ നിങ്ങൾ നോക്കണേ. ഈ പഞ്ചസാര ആദ്യം ഇട്ടിട്ട് ചായപ്പൊടി ഇട്ട് ഇന്ന് ചായക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്യാത്തുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും ചായ ഒരുപാട് തിളപ്പിക്കരുത്. ജസ്റ്റ് ചെറിയൊരു തിള വന്നാൽ മതി. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കറിയാമെന്ന് ആലോചിക്കുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ഒരു ചായ പോലും വെക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ എനിക്കൊരു ചായ പോലും വെക്കാൻ അറിയില്ല. അതൊക്കെ പഠിച്ചെടുത്തത് സത്യം പറഞ്ഞ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ്. അവിടെ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ അധികവും ഞാനിപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഇവിടെ നമ്മൾ പൊടി വേവിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ടിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 30 അതിൽ കൂടുതൽ സെക്കൻഡ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മൾ ഈ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എനിക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാനൊരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ എന്നെ ഇടയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കയറി വരുന്നുണ്ട്. ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യോടാന്ന് ചോദിച്ചപ്പം എനിക്ക് വയ്യ, മടിയാവണമെന്ന്. എന്നാൽ പിന്നെ എന്നെ പരത്തി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ.
അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇന്ന് രണ്ടാളും ചില സമയത്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. കുറച്ചങ്ങ് പൊക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കി വെച്ച് ഈ പത്തിരിയില്ലേ, പത്തിരി നല്ല കട്ടിക്കാണ് കേട്ടോ. ഇതിനകത്തേക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെയുള്ള മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇതിൽ ഏലക്കായൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ ഏലക്കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഒരു യുദ്ധം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. രാവിലെ തന്നെ എന്തിനാ ഒരു യുദ്ധം എന്ന് വിചാരിച്ച് ഞാനതങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉരുട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ഇത് മോമോസിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, ഇറച്ചിച്ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം. ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലേക്ക് നമ്മൾ ഒരു 3/4 കിലോന് ബീഫാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാട്ടോ എരിവ് കുറവുള്ളവരും കൂടുതലുള്ളവരൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ ബീഫിൻ്റെ കറക്റ്റ് അളവിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ചോറിനൊരു മഞ്ഞ കളർ മുന്നിൽ നിൽക്കേണ്ടിയിട്ടാട്ടോ ഇതിലും മഞ്ഞൾപ്പൊടി അധികം ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 10 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇട്ടായിരുന്നു കേട്ടോ. വെള്ളം തിളച്ച് വന്നപ്പോൾ സാധാരണ അരി വെച്ചിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. ബിരിയാണി റൈസോ ബസുമതി റൈസോ ഒന്നല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ഡിഷ് സ്പെഷ്യലാക്കുന്നത് കേട്ടോ. ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്താ ഇപ്പം കുക്കറിനൊരു അനക്കമില്ലാത്തതെന്ന് വെച്ചാൽ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ആ വെയിറ്റ് ഒന്ന് പുഷ് ചെയ്ത് നോക്കിയപ്പോഴാട്ടോ ആ വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് ചെയ്യുന്നപ്പോൾ തന്നെ എൻ്റെ കുക്കറിന് മടിയായി തുടങ്ങിയെന്ന്. ഓക്കെ, ഇനി ഇറച്ചിച്ചോറിനുള്ള മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു 150 ml വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നിഞ്ഞഷടയെന്ന് പറഞ്ഞിട്ട് ഒരു മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, 4 ഏലക്ക, 4 കറിയാമ്പൂ, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കറുവപ്പട്ട, കുറച്ച് സാജീരകം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 300 ഗ്രാം വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഈ ഉള്ളി ഒരു ഹാഫ് ഫ്രൈ ആവുന്നവരെ നമ്മളിത് വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളർ കിട്ടുന്നവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് ഇനി മീഡിയം സൈസിലുള്ള 3 തക്കാളി നല്ല നൈസാക്കി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയും ഉള്ളിയും കൂടെ നന്നായിട്ട് വെന്ത് സെറ്റ് ആവുന്നത് വരെ നമ്മളിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി നല്ലോണം വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ചമുളകും ചപ്പ് പൊതിന് പിന്നെ വളരെ കുറച്ച് കറിവേപ്പിലയും പേസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ ഈ സമയത്തൊക്കെ. എന്നിട്ട് അത് കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഈ ഉള്ളീൻ്റെ ഒരു വെള്ള കളർ ഉണ്ടല്ലോ അതൊന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ പേടിച്ചാണ് കേട്ടോ എരിവൊക്കെ യൂസ് ചെയ്യൽ. ഇനി ഇത് നല്ല മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 കപ്പ് തൈര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തൈര് എടുക്കാൻ കാരണം ഇതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിനനുസരിച്ച് തൈര് കുറയ്ക്കുകയും ചെയ്യണം. ഇവിടെ ഇപ്പോൾ ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും കൂടെ പുളി ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 1 കപ്പാക്കി എടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ
ബിരിയാണീൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ഒഴിക്കൂലേ തൈരും ലെമൺ ജ്യൂസും കൂടെ, അതുപോലെ ചെയ്യാം. ഇവിടെ ബീഫ് നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലിനിയിപ്പോൾ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് വറ്റിച്ചിട്ട് വേണം നമ്മൾ വറ്റിച്ചെടുത്തിട്ട് മസാല ആക്കണം. എന്നിട്ട് ലാസ്റ്റേ നമ്മൾ തൈര് ഒഴിക്കുള്ളൂ. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തൈര് ഒഴിച്ചിട്ട് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ആയിട്ട് ചോറിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറേശ്ശെ ഇട്ടാലേ ഉള്ളൂ മസാല എല്ലാ ഭാഗത്തും എത്തുള്ളൂ, റൈസിൽ എല്ലാ ഭാഗത്തും പിടിക്കുള്ളൂ. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കുറേശ്ശെ എടുത്തിട്ട് ഇത് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ ഇറച്ചിച്ചോറ് ഇവിടെ സെറ്റായിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചമ്മന്തിയും കൂടി സെറ്റാക്കി എടുത്താലോ. അതിന് ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ ഇവിടെ ചിരവി എടുത്തുന്നു കേട്ടോ. നല്ല എരിവുള്ള 5 പച്ചമുളക് ഇട്ടിന്, 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ചമ്മന്തി ഉണ്ടാക്കൽ, ഒരുപാട് സംഭവമൊന്നും ഇട്ടിട്ട് ഉണ്ടാക്കാറില്ല. നമ്മൾ ചമ്മന്തി ഇവിടെ സെറ്റാക്കി എടുത്തന്. ചമ്മന്തി എവിടെ ഉണ്ടോ അവിടെ തൈര് സാലഡ് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ തൈര് സാലഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ അതിനിപ്പോൾ ഒരു വിഷമമായാലും അതിനെ ഒറ്റപ്പെടുത്തുന്നൊരു തോന്നൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ഉള്ളിയും ചെറിയൊരു പച്ചമുളകൊക്കെ കുനുകുന അരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ തൈര് സാലഡും കൂടെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തേക്കുന്നു കേട്ടോ. ഈ തൈര് സാലഡും ചമ്മന്തിയും പിന്നെ ഇറച്ചിച്ചോറും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോണ്ടല്ലോ എൻ്റെ പൊന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതാട്ടോ നമ്മൾ ഇറച്ചിച്ചോറിൻ്റെ ഫൈനൽ ലുക്ക്. എത്ര കഷ്ടപ്പെട്ടാലും എന്താ ഈ 2 ആശാന്മാർ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് തട്ടി വിടുമ്പോണ്ടല്ലോ അത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഞാൻ അപ്പം മറക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നല്ലോണം കഴിച്ചാൽ മനസ്സിനൊരു സമാധാനം കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്യലും കുക്കിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളെ ഹാഫ് ഡേ റൊട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.